പുരസ്കാരങ്ങൾ നേടിയ ചോലയിലെ നിസ്സഹായനായ കാമുകനായി അഭ്രപാളിയിൽ നിറഞ്ഞാടിയ യുവനടനായിരുന്നു അഖിൽ വിശ്വനാഥൻ. കൊച്ചിയിലെ വീട്ടിൽ അഖിലിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത സിനിമാ പ്രേമികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ജോജു ജോർജിനും നിമിഷ സജയനുമൊപ്പം തന്റെ ആദ്യ സിനിമയിലുടനീളം സ്വാഭാവിക അഭിനയം കാഴ്ചവെച്ച ആ നടൻ മലയാള സിനിമയിലെ ഒരു പുതിയ താരോദയമാവുമെന്ന് സിനിമ കണ്ടവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. വെനീസ്, ജനീവ, ടോക്കിയോ പോലുള്ള അന്താരാഷ്ട്ര മേളകളിൽ ചിത്രം കയ്യടി നേടിയപ്പോൾ തന്റെ കരിയർ ഗ്രാഫ് ഇനി ഉയരങ്ങളിൽ ിലേക്ക് കുതിക്കുമെന്ന് അഖിലും സ്വപ്നം കണ്ടു. ഒരു മൊബൈൽ ഷോപ്പിലെ ജോലിക്കിടയിൽ അഭിനയം എന്ന അടങ്ങാത്ത മോഹവുമായി ചോലയുടെ ഓഡിഷനെത്തിയ അഖിൽ തന്റെ കഥാപാത്രത്തിന് നൽകിയ ആത്മാർത്ഥത അത്ര വലുതായിരുന്നു. എന്നാൽ വിധിയുടെ വിളയാട്ടം മറ്റൊന്നായിരുന്നു. ഒരു നടൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ ചുവടുറപ്പിക്കാനുള്ള അയാളുടെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ തടസ്സങ്ങളേറെയുണ്ടായി. ചോലയ്ക്ക് ശേഷം ഒരു മലയാള സിനിമയിൽ പോലും മുഖം കാണിക്കാൻ അഖിലിന് അവസരം ലഭിച്ചില്ല. സിനിമാ മോഹവുമായി നടന്ന് സ്ക്രീനിൽ കഴിവ് തെളിയിച്ചിട്ടും സിനിമയിൽ പിടിപാടില്ലാത്തതിനാൽ മാത്രം അഖിൽ ഒഴിവാക്കപ്പെട്ടു. ചോലയുടെ സംവിധായകൻ സനൽകുമാർ ശശിധരൻ പോലും അഖിലിന്റെ ഭാവിയെ ഇരുട്ടിലാക്കിയതിൽ ചിലർക്ക് പങ്കുണ്ടെന്നാരോപിച്ചത് അയാളുടെ വേദനയുടെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വിളിച്ചോതുന്നു. തിളങ്ങുന്ന ഒരു കരിയർ സ്വപ്നം കണ്ട് അതിനായി കഠിനാധ്വാനം ചെയ്ത ഒരു സാധാരണക്കാരന്റെ പ്രതിനിധിയായിരുന്നു അഖിൽ. എത്രയേറെ നിരാശനായി 30-ാം വയസ്സിൽ ജീവനൊടുക്കിയ അഖിലിന്റെ പ്രതിഭയെ തിരിച്ചറിയാൻ ചോല എന്ന പടം മതിയാകും. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.